ഹായ്, ഞാൻ സയ്യിദ് മലബാർ ടെക് ആൻഡ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മെക്കാനിക്കൽ വീഡിയോ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു സാൻട്രോസിങ്ങിൻ്റെ നമ്മൾ ഗിയർ ലിവറിൻ്റെ കിറ്റും കാര്യങ്ങളും ഫണ്ടിങ്ങും ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ അയക്കേണ്ടത് എങ്ങനെ നോക്കാം. അതായത് ഗിയർ ജസ്റ്റ് പ്ലേ ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിങ്ങനെ കാറിൻ്റെ ഡോറ് തുറന്നിട്ട് നമ്മൾ ഗിയർ ലിവറിൻ്റെ പ്ലേ നമുക്ക് നോക്കാം. ഇത്ര പ്ലേ ഉണ്ട്, അതായത് ഗിയറിലിട്ടാലും ന്യൂട്രലായാലും ഈ ഒരു പ്ലേ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ് ഇല്ലയെന്ന് പറയാം. ഒരു പ്ലേ അധികമായതുകൊണ്ട് നമുക്കിത് അയച്ചെടുക്കാം. ഈ കൺസോൾ ബോക്സ് അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ക്രൂ കാണാം, പിന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു സ്ക്രൂ ഇവിടെയും ഉണ്ട്. അപ്പോൾ ആ സ്ക്രൂ നമുക്ക് അയച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഗിയർ ലിവറിൻ്റെ നോബ് നമുക്ക് കൈ കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കുക. ഇത് കുറച്ച് ലൂസായിട്ടുണ്ട്, അതിന് സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ തിരിച്ച് ഊരിയെടുക്കുക. അതിനുശേഷം കൺസോൾ ബോക്സ് പുറത്തേക്ക് എടുക്കുക. നമ്മൾ മുകളിൽ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെയാണ് പ്ലേ കൂടുതലായിട്ട് കാണുന്നത്. ഈ റോഡിൻ്റെ ബുഷാണ് കൂടുതലായിട്ട് പോയിട്ട് കാണുന്നത്. നമുക്കിതിനെ മൊത്തമായിട്ട് ഗിയർ ലിവർ റാഡും ബുഷും മൗണ്ടിങ്ങും മൊത്തം നമുക്ക് അയച്ചെടുക്കാം. ശേഷം മൗണ്ടിങ്ങും കംപ്ലൈൻറ്റ് ഉണ്ട് ഞാൻ. നമുക്ക് ഇതിൻ്റെ ഗിയർ ലിവർ റാഡിൻ്റെ ഈ ബുഷ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു റിവറ്റ് പഞ്ചിങ് മോഡലാണ്. അപ്പോൾ ആ പഞ്ചിങ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. കിറ്റിൽ കുറേ ബുഷ് കാണുന്നുണ്ട്. എല്ലാം നമ്മൾ മാറ്റുന്നില്ല, കാരണം ഒറിജിനൽ സാധനമാണ് വണ്ടിക്കുള്ള. ഇതൊക്കെ ലോക്കൽ സാധനമാണ്, ഇത് പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ കിറ്റ് അയച്ചിട്ടുണ്ട്. ഇതിന് വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ബോൾട്ടില്ല. ഇതിന് ബോൾട്ടില്ല. ഒരു പഞ്ചിങ് മോഡലാണ്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് കട്ട് ചെയ്തതാണ്. ഇതൊരു ഫാൾട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ രണ്ടാമത്തെ ഫിറ്റിങ്ങിന് ഇതുപോലത്തെ നമുക്ക് പഞ്ചിങ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെയും വരുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്ക് അയച്ചിട്ടിൻ്റെ ബുഷ് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇതാണ് ഗിയർ ഷിഫ്റ്റർ മൗണ്ടിങ്. 394 രൂപയാണ് വരുന്നത്. 2 പീസായിട്ടാണ് വരുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ കിറ്റ് മാറ്റുമ്പോൾ ഇതിൻ്റെ ബോൾട്ട് വെച്ചാൽ ഇതിന് ബോൾട്ടില്ല, ഇതിനൊരു ഭാഗത്ത് പഞ്ചിങ് മോഡലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കട്ടാക്കി എടുത്തതാണ്. അപ്പോൾ ഇതിന് പുതിയ കിറ്റിൽ നമുക്ക് ഇതേപോലെ ബോൾട്ട് വന്നേ, പക്ഷേ ആ ബോൾട്ടിൽ ലെങ്ത്ത് എത്തുന്നില്ല, എന്താണെന്നറിയില്ല. നമ്മൾ പഴയ ബോൾട്ട് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ലോക്ക്, ഈ മോഡൽ ലോക്കാന്ന് വരുന്നത്. ഇത് നമുക്ക് എത്രത്തോളം വിശ്വാസം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു സ്പോട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഈ മൗണ്ടിങ്ങും മാറ്റണം, ഇതിന് ഫിറ്റ് ചെയ്യണം. ഇതുപോലെ ബെൽഡിങ് ചെയ്യുന്നതിന് നമുക്ക് തന്നെ ഒരു എന്താ പറയുക, നമ്മളെ പണിയോട് തന്നെ ഒരു ഇതില്ലാതെ കണക്കെ ആയിപ്പോയി. എന്താ പറയുക, ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മളെ പണി ഒരു ഫിനിഷിങ് അല്ലാതെ പോലെ ആയി. അതിന് സാധനം പിന്നെയും വരണം, ഓർഡർ ചെയ്യണം. ഇതൊന്നധികം സ്റ്റോക്ക് ഉണ്ടാകാത്ത സാധനമാണ് അത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മാക്സിമം ആരും കിറ്റൊക്കെ വാങ്ങുന്നതിന് മുമ്പേ അതൊക്കെ ശ്രദ്ധിക്കുക, അതിനുശേഷം മാത്രം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ നമ്മളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗിയർ മൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാം. ഷിഫ്റ്റർ റോഡിന് ജസ്റ്റ് ഒരു എന്താ പറയുക, നെട്ടും ബോൾട്ടൊന്നുമില്ല. ഒരു ബോൾട്ട് ജസ്റ്റ് അതിൽ വെച്ചിട്ട് ഒരു കെട്ട് കമ്പി കൊണ്ട് ജസ്റ്റ് നമ്മൾ കെട്ടി വെക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ആ ഒരു 14 ബോൾട്ട് ടൈറ്റ് ചെയ്യണം. അതിന് ശേഷം ഒരു കെട്ട് കമ്പി വെച്ചിട്ട് നമ്മൾ പുറമെ നിന്ന് കെട്ടി വെക്കുന്നത്. അത് ബോൾട്ട് ലൂസാവാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടി വെക്കുന്നതാണ്. നമുക്ക് നമ്മൾ നേരത്തെ അയച്ച പോലെ അകത്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ പ്ലേയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ്. അപ്പോൾ ഇനി ഇതാരെങ്കിലും ഫിറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ശ്രദ്ധിക്കുക. അതിൻ്റെ കിറ്റും കാര്യങ്ങളും ബോൾട്ടും കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ അയക്കാൻ വേണ്ടി നിൽക്കാൻ പാടുള്ളൂ.
അതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ പറയുക, ഒരു എന്താ പറയുക, നല്ല വർക്കല്ല ഇത്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല വർക്കല്ല. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ മാരുതീൻ്റെ വണ്ടീനെ പോലെയല്ല നമ്മളെ ഹുണ്ടായി മറ്റേ അതിൻ്റെ കാറുകളുടെ വണ്ടി. കുറച്ച് റിസ്ക് ഒക്കെയാണ് പണിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം നിങ്ങൾ കണ്ടില്ല നേരത്തെ വെൽഡിങ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ ചെയ്തത്. അടുത്തൊരാഴ്ച ഇതുവരെ നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.